അപ്പൊ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ax+by² ഈസ് ഈക്വൽ ടു cos y എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പ് എത്താണോ നിങ്ങൾ ഓർക്കണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? d/dx എടുക്കണം, ഡെറിവേറ്റീവ് എടുക്കണം. നോക്കുക, 2x-ന്റെ ഡെറിവേറ്റീവ് 2 ആണെങ്കിൽ ax-ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? a ആയിരിക്കും. പ്ലസ് b അങ്ങനെ തന്നെ ഇട്ടു ഇൻറ്റു അപ്പൊ നോക്കുക, ബീനെ അങ്ങനെ നിർത്തി. x² ഡെറിവേറ്റീവ് 2x ആണ്. y² ഡെറിവേറ്റീവ് എന്താണ്? 2y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു cos y ഡെറിവേറ്റീവ് മൈനസ് sin y dy/dx. അപ്പൊ നമ്മൾ നോക്കുക, dy/dxന്റെ ടേം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ അതിനെ ഒരു സൈഡിലേക്ക് ആക്കണം. ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് അങ്ങ് എടുത്തു. അപ്പൊ എനിക്ക് a ഈസ് ഈക്വൽ ടു മൈനസ് sin y dy/dx. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. b ഇൻറ്റു 2y വരെ 2by എന്ന് എഴുതാം. ഇത് പ്ലസ് ആണ്, ഈക്വലിന്റെ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. മൈനസ് 2by dy/dx എന്ന് എഴുതുക. ഇനി എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് സാധനത്തിന് അങ്ങോട്ട് dy/dx അങ്ങോട്ട് പുറത്തെടുക്കുക. ഇപ്പൊ dy/dx പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൈനസ് sin y മൈനസ് 2by ഈക്വൽ ടു a. ഇനി എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇവിടെ ഇൻറ്റു എന്നാണ് അതിന്റെ അർത്ഥം. ഈക്വലിന്റെ അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് കിട്ടാൻ പോണേ dy/dx ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ മൈനസ് sin y മൈനസ് 2by. ആദ്യം ക്വസ്റ്റൻ എടുത്ത് എഴുതി, dy/dx എഴുതി, ഡെറിവേറ്റീവ് എഴുതി, dy/dx സൈഡിലേക്ക് ആക്കി, dy/dx പുറത്തെടുത്തു, ബ്രാക്കറ്റിന് അപ്പുറത്തേക്ക് ഇട്ടു. ഇത്രേ ഉള്ളൂ കേട്ടോ.